ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് പുട്ടാണ്, സാധാ പുട്ടാണ്. നമ്മുടെ അരിപ്പുട്ട് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. നമ്മൾ ആദ്യം ആവശ്യത്തിന് ഉപ്പ് നീരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കും. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ്. നമ്മൾ അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അരി കുതിർത്ത് മില്ലിൽ പൊടിപ്പിച്ച് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പം നന്നായിട്ട് വറുത്ത്, ഇലക്ട്രിക് വറവല്ലേ, അപ്പം നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ധാരാളം വെള്ളം ഒഴിക്കാം. എന്നാലും കുറച്ചൊക്കെ നനയ്ക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. വെള്ളം അധികമായാൽ പിന്നെയും പണിയല്ലേ. വെള്ളം ചേർന്നില്ല പിന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പക്ഷെ വെള്ളം അധികമായി പോയാലോ, അതുകൊണ്ട് കയ്യിൽ തളിച്ച് നനച്ചെടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അത് നനയ്ക്കുന്നവർക്ക് ചിലർക്ക് ചിലപ്പോൾ ഒന്നും ശരിയാവാറില്ല. അപ്പോൾ അതിങ്ങനെ ഒന്ന് നനച്ചെടുക്കുക. നമ്മുടെ കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊടീനെ, മൊത്തത്തിലുള്ള പൊടീനെ തിരുമ്മി എടുക്കുക. പിന്നെ ഇത് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല പൊടി പോലെ നമുക്ക് പഞ്ചസാരപ്പൊടി പോലെ നമുക്ക് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ തേങ്ങ വെള്ളം ഒഴിച്ച് നനച്ചാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് നമുക്ക് നനച്ചെടുത്തിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അടുത്തൊരു പുട്ടും കൂടെ നമുക്ക് വയ്ക്കാം. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായാൽ പിന്നെ ബാക്കി എല്ലാം റെഡിയാണ്. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു.